സാങ്കേതിക പിഴവല്ല എന്ന് എല്ലാവർക്കും അറിയാം. കാരണം ഒന്നുകിൽ ഗവൺമെൻറ്റിനും അല്ലെങ്കിൽ കോടതി ഈ രണ്ട് മേഖലയ്ക്ക് മാത്രമേ എയുമായി ബന്ധപ്പെട്ട് മെറ്റ സംവിധാനത്തിൽ മാറ്റം വരുത്താൻ പറ്റും. കോടതി ഇടപെട്ടിട്ടില്ല എന്ന് വ്യക്തമാണ്. അപ്പോൾ ഗവൺമെൻറ് തന്നെയാണ് ഫലപ്രദമായി അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഇടപെട്ടത്. ആ ഇടപെട്ടതിനെ ഇപ്പോഴും സാധൂകരിക്കാനാവാത്ത രീതിയിൽ ശക്തിയായ പ്രതിഷേധം ഉയർന്നു വന്നപ്പോൾ തൽക്കാലത്തേക്ക് പിൻവലിക്കുകയും, ചിലതിന് മാത്രം എല്ലാം പിൻവലിച്ചിട്ടില്ല, ചിലത് പിൻവലിക്കുകയും സാങ്കേതിക പിഴവാണെന്ന് മെറ്റ പറയുകയും ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഒന്നുകിൽ കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്. ഇതാണെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ താല്പര്യമാണെന്നുള്ളതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തന്നെ ഉന്നത മേഖലയിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് തന്നെയാണ് ഇതിൽ ഇത്തരത്തിലുള്ള കാര്യം ഉണ്ടായത്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കും, അല്ലാണ്ട് വെറുതെ അങ്ങനെ വരാൻ യാതൊരു സാധ്യതയില്ല. അത്രയാണ് ഇത് പറയുന്നത്. അല്ല, പൂഞ്ഞാറ് മാത്രമല്ല, കേരളത്തിലെ ഓരോ മണ്ഡലത്തിലും കോടാനുകോടി റുപ്യ BJP ഫണ്ട് കൊടുത്തിരുന്നുവെന്നും ആ ഫണ്ട് പൂർണ്ണമായും വിനിയോഗിക്കപ്പെട്ടിട്ടില്ല, പലരുടെയും കയ്യിലേക്കാണ് പോയതെന്ന് BJP തന്നെ ചർച്ച ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പൂഞ്ഞാറിൻ്റെ കാര്യം കണ്ടാൽ മതി. ഇവിടെയാണല്ലോ ED-എല്ലാം ഇടപെടേണ്ടത്. അവരൊന്നും ഇടപെടുന്നില്ലല്ലോ. അവർക്ക് താല്പര്യമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും മാത്രമേ കടന്നാക്രമിക്കാൻ അവർ ശ്രമിക്കുന്നുള്ളൂ. സത്യസന്ധമായിട്ട് നടന്ന ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാലും ബോധ്യപ്പെട്ടാലും അവരിടപെടുന്ന രീതിയല്ല ED ഉൾപ്പെടെയുള്ള മേഖലയിലുള്ളത്. അതാണ് നമ്മൾ അന്വേഷിക്കാൻ നേരത്തെ പറഞ്ഞതാണ്. തൃശ്ശൂരുണ്ടായിട്ടുള്ള സംഭവം വെച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞതാണ് അന്വേഷിക്കേണ്ടതാണ്. പക്ഷേ അന്വേഷിക്കാൻ തയ്യാറില്ല. അതാണ് കേരള സർവകലാശാല VC മോഹൻ കുന്നുമ്മൽ അമ്മയെ സ്നേഹമില്ലാത്തവരാണ് വന്ദേ മാതരം ഒരു രൂക്ഷമായ ഒരു രൂക്ഷമായ വിമർശനമല്ല, എന്തും പറയാൻ ഒരു VC തയ്യാറാവുന്നു എന്നുള്ളതാണ് അതിൻ്റെ പച്ച മലയാളം. എന്നും പറയും, യാതൊരു തരത്തിലുള്ള വഴിയുമില്ല. സംഘപരിവാറിൻ്റെ ഭാഗമായിട്ട് ആവിവൽക്കരണം എന്നുള്ള അജണ്ട നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. അതിൻ്റെ ഭാഗമായിട്ടാണ് RSSൻ്റെ എല്ലാ പരിപാടിയിലും പോവുക, RSSകാരെ സൂചിപ്പിക്കത്തക്ക രീതിയിലുള്ള പ്രസംഗം നടത്തി വരിക. ഒരു ഗൗരവമുള്ള ഒരു VCക്ക് ചേർന്ന നിലയിലല്ല അദ്ദേഹം പെരുമാറുന്നത്. വന്ദേ മാതരം ഇന്നലെ കോൺഗ്രസ് ഗവൺമെൻറ് ഉള്ള സ്ഥലത്തെല്ലാം പാടിയിട്ടുണ്ട്. അവരുടെ ആസ്ഥാനത്തും പാടിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ഇന്ദിരാഭവനിൽ പതാക ഉയർത്തിക്കൊണ്ട് വന്ദേ ഭാരതം പൂർവ്വമായി പാടി. സത്യം പറഞ്ഞാൽ കോൺഗ്രസ് അംഗീകരിക്കുന്ന നിലപാടല്ല, കോൺഗ്രസ് അംഗീകരിക്കുന്ന നിലപാട് പോലും അംഗീകരിക്കാൻ ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിലെ കോൺഗ്രസിനാവുന്നില്ല. അവരെ സംസ്ഥാനം 3 സംസ്ഥാനമുണ്ട്. ആ 3 സംസ്ഥാനത്തിലും പൂർണ്ണമായി വന്ദേ മാതരം പാടുകയാണ് ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ ശക്തിയായ രീതിയിൽ ഇടപെടലിൻ്റെ ഫലമായിട്ടാണ് അവർക്കിവിടെ ഉപേക്ഷിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ ഇവിടെയും അവർ അത് പാടുമായിരുന്നു.